PM മുഹമ്മദ് കുട്ടി ജനങ്ങളുടെ ഹൃദയത്തിൽ ഇടം പിടിച്ച ജനനേതാവ് മന്ത്രി MB രാജേഷ്. ചാലിശ്ശേരിയുടെ വികസനത്തിന് മുന്നിൽ നിന്ന മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PM മുഹമ്മദ് കുട്ടി പൊതുപ്രവർത്തകനായി ജനങ്ങളുടെ ഹൃദയത്തിൽ ഇടം പിടിച്ച ജനനേതാവായിരുന്നുവെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MB രാജേഷ് പറഞ്ഞു. വെള്ളിയാഴ്ച വൈകിട്ട് പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ EPN നമ്പീശൻ മാസ്റ്റർ സ്മാരക ചൈതന്യ വായനാശാലയുടെ നേതൃത്വത്തിൽ നടന്ന ജനകീയ ആദരണ സമർപ്പണവും ഡോക്യുമെന്ററിയുടെ പ്രദർശനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പൊതുപ്രവർത്തന രംഗത്ത് കക്ഷി രാഷ്ട്രീയത്തിൽ പരസ്പരം പുലർത്തുന്ന ബഹുമാനം, അംഗീകാരം, ആദരവ് ഏറെ സവിശേഷതയാണ് പൊതുപ്രവർത്തനത്തിൽ കിട്ടാവുന്ന അസുലഭമായ അംഗീകാരമെന്ന് PM മുഹമ്മദ് കുട്ടിക്ക് ലഭിച്ചതെന്നും സദസ്സ് പഴയകാല പൊതുപ്രവർത്തനത്തിന്റെ ഉന്നത മൂല്യമാണെന്ന് വിളിച്ചോതുന്നുവെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അദ്ദേഹം ഇവിടെ പൊതുപ്രവർത്തകനായി മാറിയെന്ന് മാത്രമല്ല, ജനങ്ങളുടെ ഹൃദയത്തിൽ ഇടം പിടിച്ച ജനനേതാവായി മാറി എന്നതാണ് ഈ സ്വീകരണം തെളിയിക്കുന്നത്. അതിന് അപ്പുറത്തുപ്പുറത്തൊക്കെ നിന്ന് മമ്മൂട്ടിക്ക് രാഷ്ട്രീയമായി എതിർത്തവരും അദ്ദേഹം രാഷ്ട്രീയമായി എതിർത്തവരുമെല്ലാം ഇവിടെ ഈ വേദിയിൽ ഒരുമിച്ചിരിക്കുന്നു എന്നുള്ളത് ഒരു പൊതുപ്രവർത്തകന് കിട്ടാവുന്ന അസുലഭമായ ഒരു അംഗീകാരമാണ്, അസൂയാർഹമായിട്ടുള്ള അംഗീകാരമാണ്. ആ സന്തോഷത്തിൽ ഞാൻ പങ്കുചേരുന്നു. ദീർഘമായിട്ടുള്ള പ്രസംഗത്തിനൊന്നും ഞാൻ മുതിരുന്നില്ല. ഇത് നമ്മുടെ കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതും കേരളത്തിൻ്റെ പ്രത്യേകതയാണ്. ഈ പൊതുപ്രവർത്തന രംഗത്ത് കക്ഷി രാഷ്ട്രീയത്തിൽ പരസ്പരം പുലർത്തുന്ന ബഹുമാനം, ആദരവ്, അംഗീകാരം, അത് ഒരു പ്രത്യേകതയാണ്. ഈയിടെയായിട്ട് അതിനൊക്കെ കുറച്ച് കുറവ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നത് ഞാൻ കാണാതിരിക്കുന്നില്ല. നമുക്കാർക്കും ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല. എതിർക്കുന്നത് എങ്ങനെയാണ്? രാഷ്ട്രീയമായിട്ടാണ് എതിർക്കുന്നത്. രാഷ്ട്രീയമായ ഭിന്നത വ്യക്തിപരമായ ശത്രുതയല്ല. അതാണ് ഈ വേദി തെളിയിക്കുന്നത്. അത് പഴയകാല പൊതുപ്രവർത്തനത്തിന്റെ ഉന്നതമായ മൂല്യമാണ്. ഇപ്പം അതിന് കുറച്ച് ഇടിവ് വരുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ എല്ലാ രംഗത്തും നടന്ന ഒരു മത്സരത്തിന്റെ ഒരു പ്രതിഫലനമായിട്ട് കണ്ടാൽ മതി. ഇപ്പം ചാനലുകൾ തമ്മിൽ അടുത്ത മത്സരമാണ്. അപ്പോൾ എന്തും വിളിച്ചു പറയും ഓരോ ചാനലും. കാരണം മത്സരത്തിൽ പിടിച്ച് നിൽക്കണം. ആൾ കാണണ്ടേ? എന്തെങ്കിലും പറഞ്ഞാൽ പരദൂഷണമാണല്ലോ. ആൾക്കാർക്കും പൊതുവെ എളുപ്പത്തിൽ ആൾക്കാർ വിശ്വസിക്കുന്നില്ലെങ്കിലും കാണും. അപ്പം അതിനു വേണ്ടിയിട്ട് അതുപോലെ പൊതുപ്രവർത്തകരും മാറുന്ന സ്ഥിതിപ്പുണ്ട്. അങ്ങനെ മാറാൻ പാടില്ലാത്തതാണ്. ഇവിടെ പൊതുപ്രവർത്തകനായി മാറിയെന്ന് മാത്രമല്ല, ജനങ്ങളുടെ ഹൃദയത്തിൽ ഇടം പിടിച്ച ജനനേതാവായി മാറി എന്നതാണ് ഈ സ്വീകരണം തെളിയിക്കുന്നത്. അതിന് അപ്പുറത്തുപ്പുറത്തൊക്കെ നിന്ന് മമ്മൂട്ടിക്ക് രാഷ്ട്രീയമായി എതിർത്തവരും അദ്ദേഹം രാഷ്ട്രീയമായി എതിർത്തവരുമെല്ലാം ഇവിടെ ഈ വേദിയിൽ ഒരുമിച്ചിരിക്കുന്നു എന്നുള്ളത് ഒരു പൊതുപ്രവർത്തകന് കിട്ടാവുന്ന അസുലഭമായ ഒരു അംഗീകാരമാണ്, അസൂയാർഹമായിട്ടുള്ള ഒരു അംഗീകാരമാണ്. ആ സന്തോഷത്തിൽ ഞാൻ പങ്കുചേരുന്നു. ദീർഘമായിട്ടുള്ള പ്രസംഗത്തിനൊന്നും ഞാൻ മുതിരുന്നില്ല. ഇത് നമ്മുടെ കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതും കേരളത്തിൻ്റെ പ്രത്യേകതയാണ്. ഈ പൊതുപ്രവർത്തന രംഗത്ത് കക്ഷി രാഷ്ട്രീയത്തിൽ പരസ്പരം പുലർത്തുന്ന ബഹുമാനം, ആദരവ്. PM മുഹമ്മദ് കുട്ടിക്ക് വായനാശാലയുടെ ഉപഹാരം മന്ത്രി നൽകി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി അധ്യക്ഷനായി. വായനാശാല പ്രസിഡന്റ് ഡോക്ടർ EN ഉണ്ണികൃഷ്ണൻ ആദര പ്രഭാഷണം നടത്തി. മുൻ MLA TP കുഞ്ഞുണ്ണി, KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ, സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് VV ബാലകൃഷ്ണൻ എന്നിവർ ഉപഹാരങ്ങൾ നൽകി. സംസ്ഥാന അവാർഡ് ജേതാവ് സിനിമാ സംവിധായകൻ സുദേവൻ പെരിങ്ങോട് നിർമ്മിച്ച ഡോക്യുമെന്ററിയുടെ പ്രദർശനവും ഉണ്ടായി. PM മുഹമ്മദ് കുട്ടിയുടെ പഠനം മുതൽ 88 വയസ്സുവരെയുള്ള കാലഘട്ടങ്ങൾ വിളിച്ചു പറയുന്ന ഡോക്യുമെന്ററി നാടിന്റെ നേർരേഖയായി. പഞ്ചായത്ത് പ്രസിഡന്റ് AV സന്ധ്യ, മുസ്ലിം ലീഗ് ജില്ലാ ട്രഷറർ സലാം മാസ്റ്റർ, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ CP വസന്ത, റുക്കിയ ഹംസ, അക്ബർ ഫൈസൽ, പഞ്ചായത്ത് അംഗം സജിത ഉണ്ണികൃഷ്ണൻ, ഡോക്ടർ K ജയരാജ്, P അനീഷ് എന്നിവർ സംസാരിച്ചു. വായനാശാല സെക്രട്ടറി PK നിതിൻ ദേവ് സ്വാഗതവും വൈസ് പ്രസിഡന്റ് EK മണികണ്ഠൻ നന്ദിയും പറഞ്ഞു.